മരിയൻ രഹസ്യം നമ്പർ 23 മുതൽ 29 വരെ. പരിശുദ്ധ കന്യകയോടുള്ള യഥാർത്ഥ ഭക്തി. നമ്മൾ ദൈവത്തെങ്കിൽ എത്തിച്ചേരാനും അവിടുത്തോട് ഒന്നായി തീരുവാനും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം മനുഷ്യനായി തീർന്ന നമ്മുടെ ഇടയിൽ വന്ന് അവിടുത്തെ കൃപകൾ നമുക്ക് പകർന്നു തരുന്നതിന് അവിടുന്ന് അവലംബിച്ച അതേ മാർഗം തന്നെ നാമും അവലംബിക്കണം. ഈ മാർഗം യഥാർത്ഥമായ മരിയഭക്തി തന്നെയാണ്. പരിശുദ്ധ അമ്മയോടുള്ള യഥാർത്ഥമായ ഭക്തിചര്യകൾ നിരവധിയുണ്ട്. തെറ്റായ മാർഗങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. ആദ്യത്തെ ഭക്തിചര്യ ആവശ്യപ്പെടുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള നമ്മുടെ കടമകൾ നിറവേറ്റുക, മാരകപാപങ്ങൾ ഉപേക്ഷിക്കുക, ഭയത്തോടെ എന്നതിനേക്കാൾ സ്നേഹത്തോടെ കടമകൾ നിർവഹിക്കുക, കൂടെ കൂടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, ദൈവമാതാവായി അവളെ വണങ്ങുക എന്നിവയാണ്. ഇവയെല്ലാം സവിശേഷമായി ചെയ്യുന്നു എന്നതിനേക്കാൾ സ്വാഭാവികമായി ചെയ്യുക. രണ്ടാമത്തെ മാർഗം അടങ്ങിയിരിക്കുന്നത് അവളോടുള്ള ആദരവും സ്നേഹവും ദൃഢവിശ്വാസവും ഭയഭക്തിയും പ്രകടിപ്പിക്കുന്നതിലാണ്. പരിശുദ്ധ ജപമാലയുടെയും ഉത്തരീയ ഭക്തിയുടെയും സഖ്യത്തിൽ ചേരാനും ഒരു ജപമാലയോ അല്ലെങ്കിൽ സമ്പൂർണ്ണ ജപമാല തന്നെയോ ചെല്ലാനും അവളുടെ തിരുസ്വരൂപങ്ങളും അവൾക്ക് പ്രതിഷ്ഠിതമായ അൾത്താരകളും വണങ്ങാനും അവളുടെ കീർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും മരിയൻ സൊഡാലിറ്റികളിൽ അംഗത്വം നേടാനും ഈ ഭക്തിചര്യ നമ്മെ സഹായിക്കുന്നു. നാം നമ്മെ തന്നെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെങ്കിൽ ഈ ഭക്തിചര്യ തികച്ചും അഭികാമ്യവും പരിശുദ്ധവും പ്രശംസനീയവുമാണ്. എന്നാൽ ഇത് അടുത്തതായി പറയുന്ന ഭക്തിമാർഗത്തിൻ്റെ അത്രയും പൂർണ്ണതയുള്ളതോ ലോകവസ്തുക്കളിൽ നിന്ന് നമ്മുടെ ആത്മാവിനുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഫലപ്രദമോ ഈശോ മിശിഹായിലുള്ള ഐക്യത്തിലെത്താൻ നമ്മെ ലോകത്തിൽ നിന്ന് വിച്ഛേദിക്കുന്നതോ അല്ല. വളരെ ചുരുക്കം പേർ മാത്രം അറിവ് നേടിയതും അഭ്യസിച്ചു പോരുന്നതുമായ മൂന്നാമത്തെ ഭക്തിമാർഗമാണ് മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട നിന്റെ ആത്മാവിനോട് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ വ്യക്തിത്വം മുഴുവൻ ഒരു അടിമയെപ്പോലെ മറിയത്തിന് സമർപ്പിക്കുന്നതിലും മറിയത്തിലൂടെ ഈശോയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിലും അതിനെ തുടർന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മറിയത്തിലൂടെ മറിയത്തോടൊപ്പവും മറിയത്തിലും മറിയത്തിനു വേണ്ടിയും ചെയ്യുന്നതിലുമാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. ഇതിനായി നമ്മുടെ ആത്മാവും ശരീരവും അതോടൊപ്പം നമ്മുടെ ഭവനം, സമ്പത്ത്, കുടുംബം മുതലായ ബാഹ്യ സമ്പാദ്യങ്ങളും നമ്മുടെ സുഹൃതങ്ങൾ, കൃപകൾ, പുണ്യങ്ങൾ, ആത്മീയ സംതൃപ്തി തുടങ്ങിയ ആന്തരികവും ആധ്യാത്മികവുമായ സമ്പാദ്യങ്ങളും സ്വമേധയാ സ്നേഹപൂർവം പരിധികളൊന്നും വയ്ക്കാതെ മുഴുവനായി നൽകാനും പ്രതിഷ്ഠിക്കാനും സമർപ്പിക്കാനുമായി ഒരു പ്രത്യേക തിരുനാൾ ദിനം നാം തിരഞ്ഞെടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിൻ്റെ വാഗ്ദാനമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ നീരുറവയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവെ പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവെ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവെ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലൂടെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി. ദൈവമാതേ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ. സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ഗബ്രിയേലന്ന് സ്വസ്തി ചൊല്ലി മോദമോടതു നീ സ്വീകരിച്ചു. ശാന്തിയുറപ്പേകിയല്ലോ ഹവ്വതൻ നാമം മാറ്റി കുറിച്ചതന്നേ. സമുദ്രതാരമേ സ്വസ്തി. ദൈവമാതേ നീ അനുഗ്രഹീത. പാപലേശമേശിടാത്ത കന്യേ ധന്യേ. സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ചങ്ങല പൊട്ടിച്ചെറിയൂ നീ. അന്ധതയിൽ ജ്യോതി സാകുതായേ. സർവരോഗവും അകറ്റണേ അമ്മേ. സമ്പൂർണമോദം യാചിപ്പൂ ഞങ്ങൾ. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയായ മറിയമേ സ്വസ്തി. പുത്രനായ ദൈവത്തിൻ്റെ ഏറ്റവും വന്യമാതാവായ മറിയമേ സ്വസ്തി.
പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്ത മണവാട്ടിയായ മറിയമേ സ്വസ്തി. എൻ്റെ പ്രിയ മാതാവും എൻ്റെ സ്നേഹനാഥയും എൻ്റെ അതിനാഥയുമായ മറിയമേ സ്വസ്തി. എൻ്റെ ആനന്ദവും എൻ്റെ മഹത്വവും എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവുമായ നിനക്ക് സ്വസ്തി. കരുണയാൽ നീ പൂർണ്ണമായും എൻ്റേതും നീതിയാൽ ഞാൻ പൂർണ്ണമായും നിൻ്റേതുമാണല്ലോ. പക്ഷേ ഇപ്പോഴും ഞാൻ മതിയാവണ്ണം നിൻ്റേതായിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നിനക്ക് ഇപ്പോൾ നൽകുന്നു. നിൻ്റേതല്ലാത്ത എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ ദർശിക്കുന്നെങ്കിൽ നീ അവയെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എനിക്കുള്ള സകലത്തിൻ്റെയും സർവാധിനാഥയായി നീ മാറണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിന് അപ്രിയകരമായി എന്നിലുള്ളതെല്ലാം നശിപ്പിക്കുകയും വേരോടെ പിഴുതെറിയുകയും ചെയ്യണമേ. നിനക്ക് പ്രീതികരമായിട്ടുള്ളതെല്ലാം എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. നിന്റെ വിശ്വാസ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരം നീക്കട്ടെ. നിന്റെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ നിന്റെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ. നിന്റെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. നിന്റെ ഹൃദയത്തിൻ്റെ ജ്വലിക്കുന്ന സ്നേഹം എൻ്റെ മന്ദോഷ്ണതയെ കത്തിച്ചു ചാമ്പലാക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ സ്ഥാനത്ത് നിന്റെ പുണ്യങ്ങൾ വളരട്ടെ. ദൈവതിരുമുമ്പിലുള്ള എൻ്റെ ഏക അലങ്കാരം നിന്റെ സുഹൃതങ്ങൾ മാത്രമായിരിക്കട്ടെ. എൻ്റെ എല്ലാ കുറവുകളെയും അത് നികത്തട്ടെ. അവസാനമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ ഈശോമിശിഹായെയും അവിടുത്തെ തിരുഹൃദയത്തെയും അറിയാൻ നിൻ്റേതല്ലാതെ മറ്റൊരു അരൂപിയും നീ മനസ്സാകുമെങ്കിൽ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നിൻ്റെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കാൻ പരിശുദ്ധവും തീവ്രവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ നിൻ്റെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയബദ്ധമായ ഭക്തിയോ ആത്മീയ അനുഭൂതിയോ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. ദൈവത്തെ നേരിട്ട് ദർശിക്കുന്നതും സ്വർഗീയാനന്ദം നുകരുന്നതും നിൻ്റെ സവിശേഷ അവകാശമാണ്. നിൻ്റെ പുത്രൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണമായി വാണരുളിക്കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചുക്കളുടെ മേൽ പരിപൂർണമായ ആധിപത്യം പുലർത്താനും നിനക്ക് വിശേഷ അവകാശമുണ്ട്. നിൻ്റെ ഇഷ്ടാനുസാരം ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുന്നതും നിൻ്റെ സവിശേഷ അവകാശം തന്നെ. ഓ മറിയമേ, സ്വർഗത്തിൽ വാഴുന്ന നിനക്ക് കർത്താവ് തന്നതും ആരും നിന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുകയുമില്ലാത്ത ആ നല്ല ഭാഗം ഇതെത്ര. ഈ ചിന്ത എൻ്റെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു. നിൻ്റേതല്ലാത്ത യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മീയാനന്ദം കൂടാതെ ആത്മാർത്ഥമായി വിശ്വസിക്കാനും മാനുഷിക സമാശ്വാസം തേടാതെ ആനന്ദപൂർവ്വം സഹിക്കാനും വിശ്രമം തെല്ലുമില്ലാതെ എന്നോട് തന്നെ മരിക്കാനും നിന്റെ വിനീത ദാസിയായി മരണം വരെ തീക്ഷ്ണമായും നിസ്വാർത്ഥമായും അധ്വാനിക്കാനും മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ ചെയ്തതിനെല്ലാം ആമേൻ പറയാനും നീ ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ആമേൻ പറയാനും എൻ്റെ ആത്മാവിൽ നീ ചെയ്യുന്നതെല്ലാം ആമേൻ പറയാനുമുള്ള കൃപ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും ഓരോ നിമിഷവും എനിക്ക് നേടിത്തരണമെന്ന് മാത്രമേ ഞാൻ നിന്നോട് യാചിക്കുന്നുള്ളൂ. അങ്ങനെ ഇപ്പോഴും നിത്യകാലവും നീ മാത്രം എൻ്റെ ഉള്ളിൽ ഈശോയെ പൂർണ്ണമായി മഹത്വപ്പെടുത്തട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാ
പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താങ്കിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പാപം പൊറുക്കേണമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരായ ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തിലുള്ള മധ്യസ്ഥത്താൽ ഇന്നുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായി നിത്യാനന്ദം പ്രാപിക്കാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.